സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ഒരാഴ്ചത്തേക്ക്. സർക്കാരിനും വിവരാവകാശ കമ്മീഷനും അടക്കം നോട്ടീസ്. ഹൈക്കോടതി നടപടി റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവരാനിരിക്കെ അർജുനായുള്ള തിരച്ചിൽ 9ാം നാൾ. ഗംഗാവലി പുഴയിൽ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടരുന്നു. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന. തിരച്ചിലിൽ കാലതാമസമില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ. നേപ്പാളിൽ വിമാനം തകർന്നു വീണു. 19 യാത്രക്കാരിൽ 18 പേരും മരിച്ചു. അപകടം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ. ബജറ്റിൽ NDA ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് കാട്ടി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. In the true spirit of democracy, they don't even want ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമുള്ള ബജറ്റ് എന്ന് ആവർത്തിച്ച് മല്ലികാർജുൻ ഖാർഗെ. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന് ധനമന്ത്രിയുടെ മറുപടി. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി. ഹെൽത്ത് ഇൻസ്പെക്ടർ K. ഗണേഷിനെ സസ്പെൻഡ് ചെയ്തു. തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നടപടി കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന്. ഇടുക്കി മറയൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. നിർമ്മാണത്തിലിരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരം മംഗലപുരം ടെക്നോസിറ്റി ക്യാമ്പസിൽ കാട്ടുപോത്ത്. പാരീസ് ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ ഫുട്ബോളിൽ അർജന്റീന മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ താരങ്ങൾക്ക് നാളെ അരങ്ങേറ്റം.